പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനമായിരുന്നു. 6-ാം അധ്യായം 1-ാമത്തെ വചനമാണ് നാം പഠിക്കുന്ന. 2-ാമത്തെ വചനമാണ് ഇന്നലെ പഠിച്ച വചനം ഇതായിരുന്നു: നിങ്ങൾ ഒരുവൻ തെറ്റിലകപ്പെട്ടാൽ അവനെ സൗമ്യതയോടെ, ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ വീണ്ടെടുക്കണം, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതൊക്കെയായിരുന്നു ഇതാണ് നാം ഇന്നലെ പഠിച്ച വചനം. ഇതിൻ്റെ സാരാംശമാണ്, യഥാർത്ഥ വാക്കുകളല്ല. ഇന്നലെ അത് പഠിച്ചതാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ കേട്ട് ആവർത്തിക്കണം, അല്ലെങ്കിൽ ആ വചനം നോക്കി പഠിക്കണം. ഇന്ന് പഠിക്കുന്ന വചനം 2-ാമത്തെ വചനമാണ്. The letter of Saint Paul to the Galatians, chapter 6, verse 2. അതിങ്ങനെയാണ് പറയുന്നത്: പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. Bear one another's burdens, and in this way you will fulfill the law of Christ. Bear one another's burdens, and in this way you will fulfill the law of Christ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു സങ്കടത്തിലാകുമ്പോൾ, ഒരു പ്രതിസന്ധിയിലിരിക്കുമ്പോൾ അവനെ തള്ളിക്കളയാതെ അവനോട് ചേർന്ന് കർത്താവ് കാണിച്ചതുപോലെ തന്നെ, കർത്താവിൻ്റെ സ്നേഹം നമ്മളോട് കാണിച്ചു തന്നിരിക്കുന്നത് പോലെ തന്നെ അവരനെ സ്നേഹിക്കുവാനും അവനോട് ചേർന്നിരിക്കുവാനും, ദൈവത്തോട് എപ്രകാരം ചേർന്നിരിക്കുന്നുവോ അപ്രകാരം അവരനെ സ്നേഹിക്കുവാനും ചേർന്നിരിക്കുവാനും ഒരു വിളി എന്നിലും നിങ്ങളിലും ഉണ്ട്. അപ്പോൾ അത് കളയരുത്. മറ്റുള്ളവരെ സഹായിക്കാൻ, സ്നേഹിക്കാൻ, അവൻ്റെ വേദനയോട് പങ്കുചേരാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു ആശ്വാസം, ഒരു വാക്ക് മതി ഒരാൾക്കൊരു ആശ്വാസമായി തീരുവാൻ, അല്ലേ? നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഒരു ചിരി കൊണ്ട് പോലും ആൾക്കാരെ സന്തോഷിപ്പിക്കുവാൻ, അവരുടെ വേദനയിൽ ഒരു ആശ്വാസമായി മാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. കണ്ണടച്ച് കരങ്ങളൊക്കെ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്, എൻ്റെ ഈശോ, ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയുള്ള ഒരു ദിവസമാക്കി മാറ്റണമേ. എന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. എന്നിൽ സ്നേഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്നേഹം കുറഞ്ഞു പോയിട്ടുള്ള, ദൈവസ്നേഹം കുറഞ്ഞുപോയ മേഖലകളിലേക്കൊക്കെ ഈശോ നിൻ്റെ സ്നേഹം അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ.